ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിരിക്കുന്ന എന്താന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവൂലേ? ഇന്നത്തെ ദിവസം 6ാമത്തെ വീഡിയോയാണ്. അതെ, 6ാമത്തെ വീഡിയോ. ചത്തിട്ടുണ്ട്. ചിലപ്പോ ഈ വീഡിയോ വരില്ല, കാരണം വരുന്നത് എന്താന്നുള്ളത് അതറിയത്തൂല. അതിനനുസരിച്ചുണ്ടാവും ഈ വീഡിയോ പുറത്ത് വരുമല്ലേ എന്നുള്ളത്. അല്ല, അത് വരൂല്ലെങ്കിൽ പിന്നെ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതും ശരിയാണ്. ഇനി ഇത് യൂസ് ചെയ്താലോ? അത് ശരിയാ, അറിയാണ്ട് അങ്ങ് വെറുതെ നമുക്ക് ഇട്ടാലോ അല്ലേ? അതായത് എന്തോ ഒരു അപ്ഡേറ്റ് 6 മണിക്ക് വരും എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. അതിനുള്ള വെയിറ്റിംഗ് ആണ്. KVN പ്രൊഡക്ഷൻ തന്നെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെ, വിജയ് ചാടി വരുന്നത്. അതെ, അപ്പം അതുപോലെ എന്തെങ്കിലും ചാടി വരുമോ എന്ന് നമുക്ക് നോക്കാം. അതെ, എന്തായാലും ദളപതി വിജയുടെ ബർത്ത്ഡേ ആണ് 22-ാം തീയതി. യെസ്. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ദളപതി വിജയ്. ചിലപ്പോ അന്ന് മറന്നുപോയാലോ എന്ത് ബർത്ത്ഡേ പറയാന്? ഒരിക്കലും മറക്കൂല. അങ്ങനെ മറക്കാന് വിജയ് വിടൂല. അതാണ്. പക്ഷെ ഇനി എന്താ, രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞ് സിനിമ ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ മറന്നേക്കാം. അത് ശരിയാട്ടോ. കട്ട വിജയ് ഫാൻസ് ഒന്നും മറക്കൂല. പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാർ, സിനിമയുടെ വൈബിൽ നടക്കുന്നവർ സിനിമയുടെ മൂട്ടിലങ്ങ് പോവും, മറന്നു പോയേക്കാം സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ പോകൂലെന്ന് വിചാരിക്കുന്നു. അതെ, അതായത് സിനിമ ഒഴിവാക്കി പോകൂലെന്ന് വിചാരിക്കുന്നു. അതെ. ഓക്കെ, എന്തായാലും എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ജനനായകൻ സിനിമയുടെ എന്തോ അപ്ഡേറ്റ് ആണ് വരുന്നത്. ആൾറെഡി ഇതിൻ്റെ റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 22-ാം തീയതി ഇതിൻ്റെ ഒഫീഷ്യൽ ടീസറോ അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തു വരുന്നുള്ളത്. എന്തായാലും കാത്തിരിക്കാം. അത് വരുന്നതിനെ കുറിച്ച് തന്നെ ആയിരിക്കണം അനൗൺസ്മെന്റ്. അതാണ് ഫുള്ള്. അതായത് റിലീസ് ഡേറ്റ് വന്നതാണ്. റിലീസ് ഡേറ്റ് ജനുവരി 9. ഇതിപ്പോ എന്താണെങ്കിലും ഇത് തന്നെയായിരിക്കും. ഇവരുടെ ഫാൻസ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുള്ള സംഭവം അത് തന്നെയാണ്. അതായത് 22-ാം തീയതി ഗ്ലിംസ് വരുന്നതിന്റെ അനൗൺസ്മെന്റ് നാളെയാണ് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നത്. പക്ഷെ അതെ, അത് ഒരു ദിവസം കൂടി നേരത്തെ കിട്ടി. അതെ, ഇനിയിപ്പോ നാളെ വരുന്നതിന്റെ അനൗൺസ്മെന്റ് ആണെങ്കിലോ, നാളെ അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ അതാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ പുറത്തു വരില്ല. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞു. ജസ്റ്റ് എഴുതിയിടും നാളത്തെ ടൈം. അത് അത്രേ ഉള്ളെങ്കിലേ. അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, എന്തായാലും നോക്കാം. സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മെസ്സേജ് വരാണ്ടിരിക്കൂലല്ലോ. ഓ, പോസ്റ്റർ. ഓക്കെ, അപ്പോ പണി തന്നെ. അപ്പൊ ഈ വീഡിയോ പുറത്ത് വരും. ഓക്കെ, ഇതാണ് പോസ്റ്റർ. ഫസ്റ്റ് റോർ 22/6/2025 12 AM. ഓ മൈ ഗോഡ്. അതായത് നാളെ രാത്രി 12 മണിക്ക് ഫസ്റ്റ് റോർ. അതായത് അപ്പോൾ ടീസർ തന്നെ. സിംഹത്തിൻ്റെ ഗർജനം നമുക്ക് നാളെ 12 മണിക്ക് കേൾക്കാം. നാട്ടുകാരൊക്കെ എണീക്കുമോ? നമ്മളെണീക്കുമോ? മഴയാണെങ്കിൽ നമ്മൾ എണീറ്റേ പറ്റുള്ളൂ. മഴയാണെങ്കിലാണ് പണി കിട്ടാൻ പോകുന്നത്. മഴ ഇല്ലെങ്കിൽ ഓക്കെ. എന്താണെങ്കിലും ഇത് ഈ സമയം നമ്മളെ ഏതോ വീഡിയോന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുന്നില്ലേ, രാത്രി 12 മണിക്കായിരിക്കും. വിജയിന്റെ ബർത്ത്ഡേന്റെ ഒക്കെ മിക്കതും വന്നിട്ടുള്ള ഇതേപോലെ 12 മണിക്കാണ്. സൂര്യന്റെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? സൂര്യന്റെ ഏതാ? കങ്കു 12 മണിക്ക് വന്നിട്ടുണ്ടോ? ഇല്ലേ, അതേപോലെ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. പിന്നെ അല്ലു അർജുന്റെ വന്നിട്ടുണ്ട്, പ്രഭാസിന്റെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ രാത്രി ചെയ്തിട്ടുള്ള. മഹേഷ് ബാബുവിന്റെ ഏതാണ്? അത് പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല. അതായത് ഒരു പ്രേമപടം ഉണ്ടായിരുന്നല്ലോ, പ്രഭാസിന്റെ ആയിരിക്കും. രാധേശ്യാമല്ലേ? അത് പ്രഭാസിന്റെ. അതാ പറഞ്ഞത്. അത് നമ്മൾ കൊറേ ആയി അതിന്റെ ഒക്കെ ചെയ്തിട്ട്. അതും അല്ലു അർജുന വന്ന് പുഷ്പേന്റെ ഫസ്റ്റിന്റെ ആ സമയത്തൊക്കെ ചെയ്തിട്ടുള്ള. വിജയന്റെ പിന്നെ തുടർച്ചയായിട്ട് സ്ഥിരം എന്നുള്ളതാ. ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടാവും ഓരോ വർഷത്തില്. ഓക്കെ, ഫസ്റ്റ് റോർ എന്തായാലും വരാൻ പോവാണ്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അതിന്റെ KVN പ്രൊഡക്ഷൻ ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ ഉണ്ട്. എ ലയൺ ഈസ് ആൾവേസ് എ ലയൺ. ഇത് മറ്റേ ഇത് ഡയലോഗ് അല്ലേ? ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഹിസ് ഫസ്റ്റ് റോർ ഈസ് കമ്മിങ്. അത്ര തന്നെ ഉള്ളൂ. മതിയല്ലോ. ഓക്കെ, എന്തായാലും ലുക്കിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇത് ആ പോസ്റ്റർ ഇവര് വരുന്ന പോസ്റ്ററുകളെല്ലാം ഇതേപോലെ തന്നെ സെയിം സാധനം തന്നെയാണ്. കുറെ ആൾക്കാർ ചുറ്റിനും ആള് മുകളിൽ കയറി നിൽക്കുന്നത്, കൈ ഒന്നില്ലെങ്കിൽ കൈ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സെൽഫി എടുക്കുന്നത്. ഇത് സംഭവേ എനിക്ക് തോന്നുന്നു
എമ്പുരാനെ പൃഥ്വിരാജ് ചെയ്ത പുറകിൽ ലൈറ്റിംഗ് ഒക്കെ അല്ല എല്ല്. ഇനി എല്ല് വെച്ചിട്ടുള്ള വല്ല പേരുവാണെങ്കിലും എന്ത് പേര് ആളുടെ ക്യാരക്ടർ നെയിം എൽ റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ഇത് എമ്പുരാൻ. ഇത് പൃഥ്വിരാജ് എടുത്ത ഫോട്ടോയാ. എച്ച് വിനോദിനെ വിളിച്ചായിരുന്നോ പൃഥ്വിരാജ്? അതെ അതെ. എന്താണെങ്കിലും എല്ലായിടത്തും എല്ല് ഇങ്ങനെ നിറഞ്ഞു നിന്നോണെന്ന്. ഇപ്പൊ എന്താണെങ്കിലും നാളെ രാത്രി വേറെന്തെങ്കിലും അക്ഷരം എന്തെങ്കിലും കാണുന്നുണ്ടോ? അല്ലല്ലോ, പ്രത്യേകിച്ച് ഒന്നും ഹിഡൻ ഡീറ്റെയിൽസ് ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല, കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അതെ. മുടി കുറച്ച് കുറ്റി മുടിയാ. ഇത് കുറച്ച് പ്രായം കുറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇത് വർക്ക് ചെയ്താട്ടോ ഹെയറൊക്കെ. അത് കണ്ടറിയാനുണ്ടല്ലോ അത് സൂം ചെയ്യുമ്പോൾ. എന്തായാലും ജനനായകൻ, ജനങ്ങൾക്കിടയിൽ നായകനായി നിൽക്കുന്ന ദളപതി വിജയ്, അത് തന്നെ ഉള്ളൂ. അതിനേക്കാൾ കൂടുതലൊന്നുമില്ല. പിന്നെ സൂര്യ അസ്തമനാണോ സൂര്യ ഉദയാണോ എന്നുള്ളത് നമുക്ക് സിനിമയിൽ കാണാം. ഗ്ലിംസ് വരുമ്പോൾ കാണാം. അതെ അല്ലേ? ആ ഗർജനത്തില് ഗർജനം എന്ത് ഗർജനമാണെന്നുള്ളത് നമുക്ക് നോക്കാം. അറിയാം. ഏയ് അങ്ങനെയൊന്നുമില്ല. എന്തായാലും പ്രതീക്ഷയാണല്ലോ. അതെ, എല്ലാം പ്രതീക്ഷകളാണ്. എന്താണെന്നറിയോ, ഇപ്പൊ പ്രതീക്ഷകൾ ഇങ്ങനെ വെച്ചിട്ടേ അടുത്ത്. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, തമിഴ് സിനിമയോടുള്ള പ്രതീക്ഷകളൊക്കെ ഒരുമാതിരി സത്യമായിട്ടും മനസ്സിന് ഒരു സുഖം കിട്ടുന്നില്ല. തമിഴ് സിനിമ വരുമ്പോൾ സിനിമക്ക് നമ്മൾ ഭയങ്കര വലുപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ വലുപ്പമൊക്കെ ഉണ്ടാവും, വലുപ്പമുണ്ട്, പക്ഷെ എങ്കിലും കാമ്പില്ല എന്ന് പറയില്ലേ, ആ അവസ്ഥയാണ്. കാരണം സംഭവിക്കുന്നത് അങ്ങനെയാണ്. സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോ കഴിഞ്ഞായിരിക്കും. ഇപ്പൊ എത്ര സിനിമകള്, തീർച്ചയായും എണ്ണം പറഞ്ഞ സിനിമകളാണ്. അമ്മോ, എത്ര സിനിമകൾക്ക് പോയിട്ട്. നമ്മൾ ലാസ്റ്റ് ഒരു തമിഴ് സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്, അത് വലിയ സിനിമ ഏതാ? എനിക്ക് തോന്നുന്നു നമ്മള് ലിയോ കഴിഞ്ഞിട്ട് ഏതാ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്? കങ്കുവ. അങ്ങനെയാണ്. തഗ് ലൈഫ് ഉണ്ട്, ഇന്ത്യൻ 2 ഉണ്ട്. എൻജോയ് ചെയ്ത ഇതൊക്കെ എൻജോയ് ചെയ്താ കേട്ടോ. തഗ് ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ സിനിമ ഏതാ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടത്? ലിയോയ്ക്ക് ശേഷം വിജയിന്റെ വന്നത് ലിയോയ്ക്ക് ശേഷം ആൾ ടൈം മാത്രമാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ റിവ്യൂ വിട്ടതുമാണ്. പിന്നെ ഉള്ളത് പിന്നെ വന്നത് ജയിലർ ലിയോയ്ക്ക് ശേഷം. ആയിരുന്നു അല്ലേ? ആണോ? അല്ലേ, അറിഞ്ഞൂടാ. എന്തായാലും ജയിലർ നമ്മൾ ഭയങ്കരമായിട്ട് ലിയോയ്ക്ക് ഒന്ന് ആലോചിച്ചോക്ക്. ഇപ്പൊ രജനീകാന്തിന്റെ അതിന് ശേഷമുള്ള എത്ര സിനിമകൾ വന്നു? എല്ലാം പൊട്ടിയില്ലേ? വേട്ടയൻ പൊട്ടി, പിന്നെ ലാൽസലാം പൊട്ടി, പിന്നെ ഏതാ? അത്ര. പിന്നെ ഈ അടുത്ത് വന്ന വേട്ടയ്യനാണല്ലോ. വേട്ടയ്യനും ലാൽസലാം. അതെ അതെ. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സൂര്യന്റെ കങ്കുവ, റെട്രോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കരുതിയിട്ട് പടം വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. പരാജയമായില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ അങ്ങനെ കുറെ ഉണ്ട്. അതൊന്നും നോക്കിയിട്ട് പിന്നെ ധനുഷിന്റെ ആ പടം എന്തായിരുന്നാ, ക്യാപ്റ്റൻ മില്ലർ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ പടം ഫ്ലോപ്പാ. കുറെ സിനിമകളുണ്ട് അങ്ങനെ. എന്തായാലും തമിഴിൽ നിന്ന് ഒരു നല്ല സിനിമ കണ്ടിട്ട് കാലങ്ങൾ കുറെ ആയി. എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളില് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് മഹാരാജയാണ്. നീ മഹാരാജ കണ്ടായിരുന്നു? ഓക്കെ. വേറൊരു സിനിമയും തമിഴ് ഭയങ്കരമായിട്ട് വലിയ വലുപ്പത്തിൽ വന്ന് പ്രതീക്ഷയോടെ പോയിട്ട് പ്രതീക്ഷ നിലനിർത്തി പോന്നിട്ടില്ല. ഇത് തന്നെയാണ് പ്രശ്നം. എന്തായാലും ജനനായകൻ എന്താണെന്നുള്ളത് കണ്ടറിയാം. കാരണം ഇതിലൊരു ടെൻഷൻ ഉണ്ട്. കാരണം ആളുടെ പൊളിറ്റിക്സ് ഇതിലേക്ക് കുത്തിക്കയറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ട്. എന്താണെങ്കിലും കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.